നമസ്കാരം. ഞാൻ ഡോക്ടർ ജി.പി. സിദ്ധി, ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി കാലടിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗവും വൃക്കകളുടെ ആരോഗ്യവും എന്നതാണ്. നമുക്കറിയാം, ഇന്ന് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് തന്നെ വൃക്കരോഗമുണ്ടാകുന്നു. അതുപോലെ തന്നെ കിഡ്നി ഫങ്ഷൻ നോക്കിയാൽ നമ്മുടെ കിഡ്നി ഫങ്ഷൻ മാർക്കേഴ്സൊക്കെ ഡീറേഞ്ച്ഡ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഇന്നത്തെ ഒരു ഭക്ഷണ രീതിയും ജോലിയുടെയൊക്കെ ഒരു രീതി അനുസരിച്ച് പലരും, അതായത് വെള്ളം കുടിക്കുന്നതെന്ന് പറയുന്നത് വൃക്കകളുടെ ആരോഗ്യത്തിന് അനിവാര്യമാണ്. ആ വെള്ളം കുടിക്കുന്നത് എന്ത് വെള്ളമാണ് കുടിക്കുന്നതെന്ന് ശ്രദ്ധിക്കാറില്ല. ദാഹം തോന്നുമ്പോൾ ഈവൻ വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരു വർക്ക് ഫ്രം ഹോമൊക്കെ സംസ്കാരമായതിന് ശേഷം വീട്ടിലിരുന്ന് തന്നെ കുട്ടികൾ ഈ ഓൺലൈൻ ഓർഡർ ചെയ്ത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉപയോഗിക്കുക. അവരുടെ ജോലിക്കിടയിൽ അവർക്കൊരു എന്താ പറയുക, എനർജി ഗീവിങ് ആണ്, ഒരു എനർജി കൊടുക്കുന്ന ഡ്രിങ്ക് ആണ് എന്നുള്ള രീതിയിൽ ഹെൽത്ത് ഡ്രിങ്ക്സ് നോൺ ജുഡീഷ്യസ് ആയിട്ടും അൺഹെൽത്തി ആയിട്ടുള്ള ഹെൽത്ത് ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്ന ഒരു ശീലമുണ്ട്. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അധികം ഉപയോഗിക്കുന്ന ശീലമുണ്ട്. വെള്ളം കുടി, അതായത് വെള്ളത്തിന് പകരമായിട്ട് തന്നെ വൺസിനെ വല്ലപ്പോഴും ഒരിക്കൽ കുടിക്കുന്നതൊക്കെ മാറിയിട്ടിപ്പോൾ എപ്പോഴൊക്കെ ദാഹിക്കും, എപ്പോഴൊക്കെ വെള്ളം കുടിക്കുന്നു തോന്നും, അപ്പോഴൊക്കെ ഈ ഒരു രീതിയിലുള്ള പാനീയങ്ങളുടെ പുറകെ പോകുന്നൊരു ശീലമുണ്ട്. വളരെ ചെറുപ്പക്കാരുടെ ഇടയിലാണ് ഇത് കാണുന്നത്. പൊതുവേ വൃക്കകളുടെ ആരോഗ്യം കുറവുള്ള ആൾക്കാർക്ക് ഇത്തരം ചികിത്സയുടെ ഭാഗമായി അവർ ഒഴിവാക്കുന്നുണ്ടായിരിക്കും. പക്ഷേ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇത്തരം പാനീയങ്ങളുടെ ഉപയോഗം വളരെയധികം കൂടി വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൽ എന്ത് ടോക്സിൻസ്, നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത എന്ത് സാധനം ഒരു ആഹാരമായിട്ടോ ഔഷധമായിട്ടോ എന്തായിട്ടോ നമ്മുടെ ശരീരത്തിനുള്ളിൽ കടന്നാൽ അതിനെയൊക്കെ ഒരരിപ്പയായിട്ട് അരിച്ചെടുത്ത് അതിനെ പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് നമ്മുടെ വൃക്കകളുടെ ധർമ്മം. നമുക്കറിയാം, ആ ഒരു ജോലി ചെയ്യുന്ന ഒരു അവയവത്തിന് ലോഡ് കൂടിയാൽ എന്ത് സംഭവിക്കും? നമ്മൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന ആഹാരത്തിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ പോലുള്ള അതിൻ്റെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സിൽ കാർബണേറ്റഡ് ആക്കുമ്പോൾ അതിനകത്ത് ചേർക്കുന്ന വിഷവസ്തുക്കൾ, അതുപോലെ തന്നെ അതിന് രുചി കൂട്ടുന്നതിന് ചേർക്കുന്ന വിഷവസ്തുക്കൾ, ഹെൽത്ത് ഡ്രിങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടുമ്പോഴുണ്ടാക്കുന്ന അതിനകത്ത് ചേർക്കുന്ന കെമിക്കൽസ്, ഇതൊന്നും തന്നെ നാച്ചുറലി നമുക്കൊരു ആരോഗ്യം തരുന്നതുമല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതുമല്ല. ആവശ്യമില്ലാത്ത എന്ത് ചെന്നാലും അതിനെ പുറന്തള്ളുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു രീതിയാണ്. അതിൻ്റെ അതായത് ഫിൽട്ടർ, അതായത് ഒരു ശുചീകരണ ജോലിയാണ് വൃക്കകൾ ചെയ്യുന്നത്. ഇത്തരം അശുദ്ധ വസ്തുക്കൾ, അൺഹെൽത്തി ആയിട്ടുള്ള കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ വൃക്കകളുടെ കപ്പാസിറ്റിക്ക് കൂടുതലായി എത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, തീർച്ചയായും വൃക്കകൾ, നമുക്കൊരാൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലിക്ക് കൂടുതൽ അയാൾക്ക് താങ്ങുന്നതിനപ്പുറം ജോലി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് തകരാറ് സംഭവിക്കാം. അതുപോലെ ഇങ്ങനെ ധാരാളമായി കുടിക്കുകയും വല്ലപ്പോഴും ഒക്കെ കുടിക്കുന്നു എന്ന് പറയുമെങ്കിലും ഒരു ദിവസം തന്നെ 1-2 പ്രാവശ്യം കൂടുതൽ നാളെ നമ്മൾ ശീലിക്കുകയാണെങ്കിൽ ക്യുമുലേറ്റീവ് പോയിസണിങ് എന്ന് പറയും. കുറച്ച് പോയിസൺ അടിഞ്ഞ് കുറച്ചധികം നാളാകുമ്പോൾ വൃക്കകളുടെ ആരോഗ്യത്തെ ബാധിക്കും. വൃക്കകൾ പ്രധാനമായും വൃക്കകൾക്ക്, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അരിച്ചെടുത്ത് മൂത്രത്തിലൂടെയും മലത്തിലൂടെയും സ്വെറ്റിലൂടെയും വിയർപ്പിലൂടെയും പുറത്ത് കളയുകയാണ് വേണ്ടത്. ഈ ഒരു ഓവർലോഡ് ആകുമ്പോൾ വൃക്കകളുടെ ഫങ്ഷൻ, വൃക്കകളുടെ ഒരു കാലിബർ കുറയുകയും ഈ പ്രവർത്തനം ശരിയായി നടക്കാതിരിക്കുകയും ഈ ടോക്സിൻസ് അടിഞ്ഞുകൂടുകയും ചെയ്യും. ഈ ടോക്സിൻസ് എല്ലാം അടിഞ്ഞുകൂടുന്നത് കുറച്ച് വൃക്കകളിലും ലിവറിലും ഒക്കെ ആവുകയും ഇത് വൃക്കകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ടോക്സിൻസ് അടിഞ്ഞുകൂടുമ്പോൾ നമ്മുടെ മൂത്രം കട്ടിയാവുകയും മൂത്രത്തിൽ ഇത്തരം കെമിക്കൽസ് കൂടുകയും ശരിയായ രീതിയിൽ യൂറിൻ പുറത്തു പോകാതാകുന്നു. അത് തന്നെ കിഡ്നികളുടെ ആരോഗ്യത്തെയും കിഡ്നികളുടെ കോശങ്ങളുടെ നാശത്തിനും കാരണമാകുന്നു. അതുകൊണ്ട് ഇത്തരം സോഫ്റ്റ് ഡ്രിങ്ക്സും കാർബണേറ്റഡ് ഡ്രിങ്ക്സും ഹെൽത്ത് ഡ്രിങ്ക്സും ഒക്കെ നമ്മൾ അശാസ്ത്രീയമായി ഉപയോഗിക്കുന്നത് തൽക്കാലം നമുക്കൊരു നാവിന് രുചിയും ഒരു എനർജി ഗീവിങ്ങും ഒക്കെ ആണെങ്കിൽ അത് ലോങ് റൺ നമുക്ക് നമ്മുടെ വൃക്കകളുടെ എല്ലാ ശരീരാവയവങ്ങളുടെയും ആരോഗ്യത്തെ അത് ബാധിക്കും. ഇപ്പോൾ നമ്മുടെ ഫാറ്റി ലിവർ എന്ന് പറയുന്ന കണ്ടീഷൻ തന്നെ ചെറിയ പ്രായക്കാരിലൊക്കെ കാണുന്നുണ്ട്. അതിലൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഫാറ്റി ലിവറും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കൊണ്ട് തന്നെ മരണം വരെ സംഭവിക്കാറുണ്ട്. അവർ ആൽക്കഹോളൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷേ അവരുടെ വൃക്കയും അതുപോലെ തന്നെ ലിവറും തകരാറിലാകുന്നു. ആൽക്കഹോളിന് പകരം അവർ ഈ ഉപയോഗിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ വളരെയധികം മാർക്കറ്റിൽ അവൈലബിൾ ആണിപ്പോൾ. ആ ഈസിലി ആക്സസ് കാരണവും പെട്ടെന്നുള്ളൊരു ആശ്വാസത്തിന് കാരണം ഇതിൻ്റെ പുറകെ പോകുന്നു. നമ്മുടെ ശരീരത്തിലെ നോർമലായി ഫങ്ഷൻ ചെയ്യേണ്ട അവയവങ്ങൾക്ക് കൂടുതൽ ഭാരം കൊടുക്കുകയും അത് പിന്നീട് ഭാവിയിൽ ആ അവയവങ്ങളുടെ തകരാറിനും ഇൻ ടേൺ മറ്റവയവങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഈവൻ മരണം വരെയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു സംസ്കാരം, അതായത് വെള്ളത്തിന് പകരം സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് തീർച്ചയായും ഒഴിവാക്കുക തന്നെ വേണം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.